സോ ഞാൻ ഈ മെയിൽ പരീക്ഷ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് വർഷം എഴുതിയാലോ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് സ്ഥിരമായി കാണുന്ന ഒരു സിൻഡ്രോമാണ്. ഇത് ഈ സിൻഡ്രോം പലപ്പോഴും പുറത്തു വരുന്നത് ജാനുവരി. അത് മതിയാവില്ല. വളരെ ഡീറ്റെയിൽഡ് ആയി വളരെ സ്പെസിഫിക് ആയിട്ട് എന്തുകൊണ്ട് മാർക്ക് കുറയുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് ഈ പറഞ്ഞ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്. പ്രിലിംസിന് നിങ്ങൾ ആൻസർ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ആൻസർ എടുത്ത് ആവശ്യമില്ല. ആൻസർ യൂട്യൂബ്സ് അവിടെ തന്നില്ല. ഞാൻ ഒരു രീതിയിലും അവർ പഠിക്കാത്തത് കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കേസസിലൊക്കെ അവർക്ക് ഇതുപോലെ ഇപ്പൊ സഫാൻ പറഞ്ഞതുപോലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. സഫാനെ, നമ്മൾ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ടുകളുണ്ട്. ആ ഡൗട്ടുകളുടെ കുറച്ച് ചോദ്യങ്ങളാക്കി മാറ്റി നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം സഫാനോട് ചോദിക്കാം. സഫാന്റെ ഈ ഒരു ലോങ് എക്സ്പീരിയൻസിൽ സഫാന് തോന്നിയ കാര്യങ്ങൾ പറയാം. സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യം, എനിക്ക് ടെസ്റ്റ് സീരീസിൽ അറൌണ്ട് ഒരു 60 മാർക്കൊക്കെ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 16 റേഞ്ചിലാണ്, 65 റേഞ്ചിലാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ വർഷം മെയിൽ നടക്കാൻ പോകുന്ന പ്രിലിംസ് പാസ്സാവാൻ പറ്റുമോ, എന്നെ കൊണ്ട് ഇത്തവണ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ജനറലി ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഈ മോക്ക് ടെസ്റ്റിലുള്ള മാർക്ക് അതൊരു 60s എത്തുന്നത് ഒരു വലിയൊരു കൺസേൺ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസിന് ഇനിയും 3 മാസം കൂടെ ഉണ്ട്. ഈ പ്രിലിംസിനെ സംബന്ധിച്ച് ഈ ഒരു 3 മാസം എന്നൊക്കെ പറയുന്നത് വലിയൊരു ഗെയിം ചേഞ്ചിങ് പീരീഡ് ആണ്. സോ നോ ഡൗട്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കൊണ്ടുവന്നേ മതിയാവുള്ളൂ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് കേൾക്കുമ്പോൾ പല കുട്ടികളും വിചാരിക്കുക, ഓക്കെ എനിക്ക് ജോഗ്രഫി വീക്കാണ്, അതല്ലെങ്കിൽ കറണ്ട് അഫെയർസ് ശരിക്കും നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതിൽ മാർക്ക് കുറഞ്ഞു. ഈ ഒരു ധാരണയല്ല, അത് മതിയാവില്ല. വളരെ ഡീറ്റെയിൽഡായി വളരെ സ്പെസിഫിക് ആയിട്ട് എന്തുകൊണ്ട് മാർക്ക് കുറയുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും നിങ്ങൾ 2 or 3 ടെസ്റ്റൊക്കെ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതിലൊരു ടെസ്റ്റ് പേപ്പർ എടുക്കുക. ഫൈൻ, അതിലൊരു 100 ചോദ്യങ്ങൾ ടോപ്പിക് വൈസ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പം പൊളിറ്റി 16 ചോദ്യം, ജോഗ്രഫി 11 ചോദ്യം, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഇപ്പോൾ പൊളിറ്റി 16 ചോദ്യത്തിൽ ഒരു 10 ചോദ്യം ലക്ഷ്മികാന്ത് എന്നാണ് വന്നിരിക്കുക. ഫൈൻ, അപ്പം ഓക്കെ, നിങ്ങൾ നോക്കുമ്പോൾ ആ 10 ചോദ്യത്തിൽ 8 ചോദ്യവും നിങ്ങളത് തെറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും, ഓക്കെ അപ്പം ഞാൻ പോയിട്ട് ലക്ഷ്മികാന്ത് ഒന്നും കൂടെ ഒന്ന് എന്ത് ചെയ്യാം, നല്ലോണം വായിക്കാം, വീണ്ടും പരീക്ഷ എഴുതാന്ന്. അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, അങ്ങനെ പോരാ. ആ 10 ചോദ്യം വീണ്ടും എടുത്ത് അത് 1 by 1 ആയിട്ട്, അത് നിങ്ങൾക്ക് തെറ്റിയ ചോദ്യവും നിങ്ങൾക്ക് ശരിയായ ചോദ്യവും വീണ്ടും എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ചോദ്യം ഈ മണി ബില്ലിനെ പറ്റി അത് വിചാരിക്കുക. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ മണി ബില്ല് ഒരു പ്രൈവറ്റ് മെമ്പർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ട്രൂ എന്ന് കണക്കാക്കി ആ ഉത്തരം തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പം ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തിൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ എക്സിക്യൂട്ടീവായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു പ്രൈവറ്റ് മെമ്പർ മണി ബില്ല് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അവിടെ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതല്ല, ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പം മറ്റൊരു ചോദ്യത്തിൽ ഈ പ്രസിഡൻസ് റൂള് പാർലമെൻറ്റ് 2 മാസത്തിനുള്ളിലാണ് അപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിന് പകരം 2 months എന്നുള്ളത് നിങ്ങൾ മറന്നുപോയി, അത് 1 month ആണെന്ന് വിചാരിച്ച് ആ ഉത്തരം തെറ്റിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് സംഭവിച്ചൊരു ഫാക്ച്വൽ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അത് 2 months ആണോ 1 month ആണോ നിങ്ങൾ എന്തായി പോയി മറന്നുപോയി. അപ്പം ആ ഒരു ഭാഗം നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ട്, ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റുന്നത്, നിങ്ങൾ എവിടെയൊക്കെയാണ് ശരിയാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇച്ചിരി പെയിൻഫുൾ ആണ്, നോ ഡൗട്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോയേ മതിയാവുള്ളൂ. അത് എത്രയും നേരത്തെ പോകുന്നുണ്ടോ അത്രയ്ക്കും നല്ലതാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും പെയിൻഫുള്ളും അല്ല കേട്ടോ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒരു 20 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയർസിൽ നിന്നും
വന്നു വിചാരിക്കാം. അതിലൊരു 10-18 നിങ്ങൾക്ക് അങ്ങ് തെറ്റിന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു സോഴ്സ് തപ്പി പോകുമ്പോൾ ചിലപ്പം ഈ കോച്ചിങ് സ്ഥാപനത്തിൻ്റെ തന്നെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയലിൽ നിന്നായിരിക്കും ഇവരൊരു ഭൂരിഭാഗം ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ മെറ്റീരിയൽ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റിപ്പോകും. ഇപ്പം എനിക്ക് വിഷൻ്റെ ഒക്കെ ചിലപ്പോൾ ചോദ്യപേപ്പർ ചെയ്യുമ്പോൾ ഇതേ ഒരു പ്രശ്നം സംഭവിക്കാറുണ്ട്. അവർ വിഷൻ മന്തിൽ നിന്നും ഒക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ എടുത്ത് ചോദിക്കും, അതെനിക്ക് തെറ്റും. പക്ഷെ അത് UPSCക്ക് വരുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല, കാരണം ഈ UPSCയിൽ നിന്നല്ലല്ലോ ചോദ്യം ചോദിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സോഴ്സ് മനസ്സിലാക്കി ചിലപ്പോൾ മനസ്സിലാവും, അപ്പോൾ അത് നോ ഇഷ്യൂ, അത് നിങ്ങളുടെ ഒരു വിഷയമല്ല, കാരണം നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ വിഷയമല്ല, അത് അവർ ആ ഒരു മെറ്റീരിയലിൽ മാത്രം ചോദ്യം സോഴ്സ് ചെയ്തതിനെ കൊണ്ട് പറ്റിയതായിരിക്കും. അപ്പം ഇത്ര സംഭവങ്ങൾ നമുക്ക് അത്ഭുതം തരും, ഒരു കോൺഫിഡൻസ് തരും. പിന്നെ നമ്മൾ ഇങ്ങനെ പറയാറില്ല, ഈ പ്രിലിംസിന് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2 മണിക്കൂർ സമയത്ത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു കോൺഫിഡൻസ് നമുക്കിപ്പോൾ ഓക്കെ എല്ലാ കാര്യങ്ങളും പഠിച്ച് തീർത്ത് നമുക്ക് കോൺഫിഡൻസ് കിട്ടും, അങ്ങനെയൊന്നും ആർക്കും കോൺഫിഡൻസ് കിട്ടാൻ പോണില്ല, കാരണം എല്ലാ കാര്യങ്ങളൊന്നും ആർക്കും പഠിച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ. സോ നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷേൻ്റെ മേലെ ഒരു കൺട്രോൾ കിട്ടും. ആ ഒരു ധാരണ നമുക്ക് തരുന്ന കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞാൽ ഈ പരീക്ഷയിലെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് ഇന്റർവ്യൂ ചെയ്യാണ്. അതായത് ഇപ്പൊ സഫാൻ പറഞ്ഞ കാര്യത്തിന് ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം. ഇപ്പൊ പല സ്റ്റുഡൻസിനും പല സ്ഥലങ്ങളിൽ നിന്ന് അവർ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്കാണ് ഇമ്പോർട്ടന്റ്. ഈ സക്സസ്ഫുൾ ആയിട്ട് പ്രിലിംസ് കണ്ടിന്യൂസ് ആയിട്ട് പാസ്സാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഒരു പ്രോസസ് ഇതാണെന്നാണോ സഫാന് തോന്നുന്നത്? യെസ്, തീർച്ചയായിട്ടും. കാരണം ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് തീർച്ചയായിട്ടും തങ്ങളെ തന്നെ ഒരു തവണയല്ല പല തവണ ഇതുപോലെയുള്ള സെൽഫ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടാവും. ഓക്കെ, നോ ഡൗട്ട്. പിന്നെ ഇതൊരു വൺ ടൈം പ്രോസസ്സും അല്ല കേട്ടോ. അതായത് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ഘട്ടത്തിൽ നമ്മൾ പല തവണയായിട്ട് നമ്മൾ തന്നെ ഇതുപോലെ സെൽഫ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പം ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പം ആ പേഷ്യൻറ്റിൻ്റെ രോഗം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡയഗ്നോസ് ചെയ്യണമല്ലോ, അതിന് ശേഷമാണല്ലോ നമുക്ക് അതിനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നാട്ടിലുള്ളൊരു 2-3 ജനറിക് ഡ്രഗ് എടുത്തിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു പല കുട്ടികളും സിവിൽ ഇതുപോലെയാണ് പഠിക്കുന്നത്. കാരണം അവർ പരീക്ഷ എഴുതുന്നു, മാർക്ക് കുറയുന്നു, വീണ്ടും ഈ പറയുന്ന ഒരു 2-3 ബേസിക് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസോ ബുക്സോ വായിക്കുന്നു, വീണ്ടും പരീക്ഷ എഴുതുന്നു, വീണ്ടും മാർക്ക് കുറയുന്നു. അപ്പം ഈ ഒരു വിഷ്യസ് സൈക്കിളിൽ അങ്ങനെ പെട്ടു പോകാൻ തോന്നുന്നു. സോ നമ്മൾ നമ്മുടെ രോഗം അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സംഗതിയും കൂടെ, ഇപ്പം 1-2 തവണയൊക്കെ പ്രിലിംസ് ഫെയിലായിട്ട് വീണ്ടും ട്രൈ ചെയ്യുന്നവരോട് എനിക്ക് എന്താ പറയുക വെച്ചാൽ, നിങ്ങൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ഈ UPSC അറ്റംപ്റ്റ് ചെയ്ത പേപ്പർ എടുത്ത് വെച്ച് അതിൽ 100 ചോദ്യങ്ങളും അതിൽ ഇന്ന ചോദ്യം നിങ്ങളെ എന്തുകൊണ്ട് തെറ്റിച്ചു, ഇന്ന ചോദ്യം നിങ്ങളെ എന്തുകൊണ്ട് ശരിയാക്കി എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്തിരിക്കണം. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. എനിക്ക് അതുപോലെ തന്നെ തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പൊ സഫാൻ പറഞ്ഞു, അതായത് നമ്മളൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിയിലാണോ പ്രശ്നം, അല്ല നമ്മളെ ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവങ്ങളാണോ പ്രശ്നം, ഇനി കറണ്ട് അഫയേഴ്സിനാണോ പ്രശ്നം. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ലക്ഷ്മികാന്തിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഈ ലക്ഷ്മികാന്തിൽ തന്നെ പല ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ പല ആൾക്കാർക്കും ചില ചാപ്റ്റേഴ്സിൽ, ഇപ്പൊ എനിക്ക് തന്നെ എന്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഓർമ്മയുണ്ട്, ഈ ലക്ഷ്മികാന്തിന്റെ ലാസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സുകളുണ്ട്, അത് നമ്മൾ അധികം അത് പഠിക്കാറില്ല. അത് അവസാനത്തുമ്പോൾ ഒന്ന് ബോറടിക്കും, അതുകൊണ്ട് അത് പഠിക്കാറില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു ചാപ്റ്റർ വൈസ് അനാലിസിസും കൂടി നമ്മൾ നടത്തുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കില്ലേ? അതായത് എനിക്ക് ഇന്ന ചാപ്റ്ററിന് കൂടുതൽ തെറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ പണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനീഷ്യൽ ചെയ്ത കുറച്ച് മോക്ക് ടെസ്റ്റുകളിൽ ലക്ഷ്മികാന്തിൽ ഈ പറഞ്ഞ ലാസ്റ്റത്തെ പോർഷനിൽ മാർക്ക് വരുന്നില്ല. അപ്പൊ ഞാനൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ തെറ്റുന്നത് ഈ പോർഷനാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്തു, സാധാരണ നമ്മൾ കവർ ടു കവർ ആണ് വായിക്കുന്നത്. ലക്ഷ്മികാന്തിന്റെ തുടക്കത്തെ ചാപ്റ്റേഴ്സ് വരും, പിന്നെ അവസാനത്തോട്ട് പോകും. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവസാനത്തോട്ട് എത്തുമ്പോൾ നമുക്ക് ബോറടിക്കും. 5 ദിവസമൊക്കെ ഒരു സബ്ജക്റ്റിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ബോറടിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ അടുത്ത പ്രാവശ്യം പിറകിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നു.
പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എടുത്ത ടെസ്റ്റിൽ എനിക്ക് വന്ന മാർക്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടെസ്റ്റ് എടുത്തു, ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർ ആ പേപ്പർ എടുത്ത് വെച്ചിരുന്നു, അവർക്ക് ഒരു സബ്ജക്റ്റിൽ ഏത് പോർഷനാണ് കൂടുതൽ തെറ്റുന്നത്, അപ്പൊ അതും കൂടി ചെയ്യുന്നതിനെ കുറിച്ച് സഫ്വാന്റെ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ്? സിബിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റന്റ്ലി പ്രിലിംസ് പാസ്സാവുന്നവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിനെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമല്ല. അത് നമുക്ക് എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു, നമുക്ക് അറിയാം, എന്തൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ വീക്കാണെന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ്. സോ നമ്മൾ ആ മാർക്ക് മാത്രം നോക്കിയാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആ പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്തതിൻ്റെ പേർപ്പസ് സെർവ് ആവുന്നില്ല, അത് നോ ഡൗട്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ പ്രിലിംസ് ടെസ്റ്റ് സീരീസിനെ സത്യം പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തേ മതിയുള്ളൂ. ലൈറ്റർ നോട്ടിൽ ഞാൻ ചോദിക്കാം, ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൽ മാർക്ക് ഇടുന്നത് നിർത്തണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? അത് ശരിക്കും ഒരു നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ട്രഡീഷണലി നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഈ മാർക്ക് ഇടുക എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ കണ്ട് ശീലിച്ചത്. അപ്പം അത് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊരു മോട്ടിവേഷനൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇപ്പം നമ്മളെല്ലാവരും ഒരു മെച്ചുറായ പീപ്പിൾ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അതായത് ഇത് മാർക്കല്ല ഇതിലെ പ്രധാനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ്, അതായത് ടു മച്ച് ഫോക്കസ് മാർക്കിലേക്ക് പോകണം. അതായത് എനിക്ക് 60 കിട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് 80 കിട്ടുന്നുണ്ട്, എനിക്ക് 100 കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് അതർ വേ റൗണ്ടും ഉണ്ട് കേട്ടോ. കാരണം ചില സ്റ്റുഡൻസിന് അതർ വേ റൗണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ചില സ്റ്റുഡൻസിന് 90, 100 ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അതൊരിക്കലും അവർക്ക് പ്രിലിംസിൽ റിസൾട്ടായി മാറാത്ത സിറ്റുവേഷൻ. ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാലേ, ഈ ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇവരുടെ മെറ്റീരിയൽ തന്നെയായിരിക്കും ചിലപ്പം ടെസ്റ്റ് സീരീസിന് ചോദ്യം ഇടാം. ചിലപ്പം ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു സബ്ജക്ട് ഫാക്കൽറ്റി ആയിരിക്കും ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്. അപ്പം ആ ഒരു മെറ്റീരിയൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് വരും. അപ്പം ഇതുപോലെയൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തുകൊണ്ട് മാർക്ക് കൂടുതൽ കിട്ടിയെന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടാണോ നമുക്ക് മാർക്കിൽ കൂടുതൽ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. മാർക്ക് കിട്ടുന്നുണ്ട്, അവർക്കൊരു ഫോൾസ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ്. എനിക്ക് 90, 100 കിട്ടുന്നുണ്ട്. കാരണം ഈ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് ചില സ്റ്റുഡൻസ്, ഇത് കൂടുതൽ ഞാൻ കണ്ടുവരുന്ന ഒരു ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റേഴ്സിലാണ്. അപ്പൊ അവര് പ്രിലിംസ് പാസ്സാവാതിരിക്കുമ്പോൾ അതൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എത്ര പെയിൻഫുൾ ആണ് ഈ എക്സാമിന്റെ ഏത് സ്റ്റേജിൽ ഔട്ട് ആവാന്നുള്ളത്. അപ്പൊ അവര് പറയുന്നൊരു കാര്യം, എനിക്ക് ഈ മോക്ക് ടെസ്റ്റിലൊക്കെ 110, 120 കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പ്രിലിംസ് കിട്ടിയില്ല എന്നുള്ളത് പറയാറുണ്ട്. ഞാൻ ഒരു രീതിയിലും അവർ പഠിക്കാത്തത് കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കേസസിലൊക്കെ അവർക്ക് ഇതുപോലെ ഇപ്പൊ സഫാൻ പറഞ്ഞതുപോലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും ക്രാക്ക് ചെയ്യാൻ. എസ്പെഷ്യലി അവർ പഠിപ്പിച്ച ആള് തന്നെ ക്വസ്റ്റ്യൻ എടുപ്പം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ബയാസ് ഉണ്ടാവാം. രണ്ടാമത്തത് അവർ ഗസ് ചെയ്ത് റെഡി ആവുന്നുണ്ടാവും കുറെയൊക്കെ, അത് അവര് നോട്ടീസ് ചെയ്യാതെ പോകുന്നുണ്ടാവാം. അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇനി ഞാൻ പ്രാക്ടിക്കൽ ലെവലിൽ ഇതിനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കാം. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു 1 വീക്കിന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് അറ്റംപ്റ്റേഴ്സ് നമുക്ക് അതല്ലാതെയും സംസാരിക്കാം. ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ വരെ അറൌണ്ട് ഒരു 4 to 6 hours ക്ലാസ്സസ് ഉണ്ട്. ഇനി ഓപ്ഷണൽ ബാച്ച് തീരാത്തവർക്ക് ഓപ്ഷണൽ ക്ലാസ്സും ഉണ്ട്. അപ്പം എങ്ങനെ പോയാലും ആവറേജിൽ ഒരു സ്റ്റുഡന്റ് 6 to 8 hours ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് വേണം ആ വീക്കിലുള്ള പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് പഠിക്കാൻ. ഇനി പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത സൈക്കിൾ തുടങ്ങലായി. അപ്പം ഇതിന്റെ ഇടയിൽ പലർക്കും ഉള്ളൊരു സംശയം ഉണ്ടാവും, നമ്മളിത് എവിടെയാണ് ഈ അനാലിസിസ് ചെയ്യാനുള്ള സമയം? അങ്ങനെ ഒരു കാര്യം ചോദിക്കും. നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ട് പോവാം, നിങ്ങൾക്ക് എളുപ്പമാണല്ലോ, നിങ്ങൾക്ക് 2 ചെയർ വിട്ടിട്ട് സംസാരിച്ചാൽ മതി, പക്ഷേ ഇത് ചെയ്യാൻ സമയം എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ എന്റെ സംശയം, നമ്മള് എന്താണ് സഫ്വാന്റെ സജഷൻ, അവർ എപ്പോഴാണ് അവർ ചെയ്യേണ്ടത്? പിന്നെ ഞാൻ സ്പെസിഫിക്കലി ചോദിക്കും, ഇപ്പൊ ചില ആൾക്കാർക്ക് അതിനൊരു 2 to 3 hours ഒക്കെ സമയം എടുക്കും ഉറപ്പായിട്ടും. അപ്പൊ ഈ 3 hours നമ്മൾ എപ്പോൾ സ്പെൻഡ് ചെയ്യണം, ആ 3 hours സ്പെൻഡ് ചെയ്യുന്നതിന് വേർത്താണോ എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടാവും. അതിനെ കുറിച്ച് സഫ്വാന്റെ ഒരു അഭിപ്രായം? ഇപ്പം സിബില് പറഞ്ഞ പോലെ ഒരു ഫസ്റ്റത്തെ ഒരു 1 yearലെ പ്രിപ്പറേഷൻ ഉള്ള കുട്ടികൾക്ക് ഫുള്ളി പാക്ഡ് ആണ്. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെൽഫ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അതിങ്ങനെ മാറ്റി വയ്ക്കുന്നത് അവർക്ക് എന്തായാലും നല്ല വർത്താണ്. കാരണം പിന്നീട് അങ്ങോട്ട് അവർ എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കേണ്ട എന്നുള്ളത് കൃത്യമായി ചാർട്ട് ചെയ്യാൻ
അവർക്ക് പറ്റണമെങ്കിൽ ഇതുപോലുള്ള സെൽഫ് ടെസ്റ്റിങ് ചെയ്തേ മതിയാവുള്ളൂ. സോ അവർക്ക് ഈ ഒരു ടൈം ഒരിക്കലും എന്തല്ല ടൈം വേസ്റ്റ് അല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ അഭിപ്രായം. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് പറയാം. അതായത് ഈ നമ്മള് ചില ഇത് കാണും, അതായത് ചില കമ്പനീസ് 2 കമ്പനീസിനെ കമ്പയർ ചെയ്ത് അവർ വർക്ക് ചെയ്യുന്ന മോഡൽ. ഒരു കമ്പനിയിൽ ആദ്യം അവർ മൊത്തം വർക്കിനെ പ്രോപ്പർലി പ്ലാൻ ചെയ്യും, അതിനുവേണ്ടി അവർ ടൈം സ്പെൻഡ് ചെയ്യും, എന്നിട്ട് അവർ ആ വർക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യും. അനദർ കമ്പനി അവിടെ വർക്ക് പ്ലാനിങ് ഒന്നുമില്ല, അവർ നേരെ അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇനീഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പ്, അതായത് വർക്ക് പ്ലാൻ ചെയ്യാതെ ചെയ്യുന്നവർക്കായിരിക്കും പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ളത് പോലെ നമുക്ക് തോന്നും. പക്ഷെ ഡൗൺ ദ ലൈൻ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും കൂടുതൽ. അപ്പൊ എനിക്ക് തോന്നുന്ന സ്റ്റുഡൻസിന്റെ കേസിൽ അതാണ്, അവർ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലുള്ള കാര്യമാണ് നോക്കുന്നത്. അടുത്ത ആഴ്ചത്തെ എക്സാമിന്റെ എന്റെ മാർക്ക് ലോങ്ങർ പീരീഡ് ആയി, അടുത്ത ആഴ്ചത്തെ എക്സാമിന് 120 വെച്ചിട്ട് ആരും പോകുന്നില്ല. അത് എവിടെയും അതൊരു നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അൾട്ടിമേറ്റ്ലി ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ, പ്രിലിംസ് പാസ്സായോ ഇല്ലയോ, അതിനാണ് ബാക്കി എല്ലാം കാണിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു സംഭവം എല്ലാവരും മനസ്സിലുണ്ടാവണം, ദാറ്റ് ഇത് അൾട്ടിമേറ്റ്ലി പ്രിലിംസ് പാസ്സാവാന്നുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ഇപ്പം ഒരു 2 മണിക്കൂർ കൂടുതൽ ഇട്ടെന്ന് വിചാരിച്ച് അയ്യോ എന്റെ അടുത്ത ടെസ്റ്റ് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നല്ല ചിന്തിക്കുന്നത്. ഇങ്ങനെ ചെയ്താലേ എനിക്ക് ഓവറോൾ ഇത് പാസ്സാവാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ടൈമിന്റെ കാര്യത്തിൽ എനിക്കൊരു സജഷൻ ആയിട്ട് പറയാനുള്ള കാര്യം, ഈ ടെസ്റ്റ് സീരീസ് നടക്കുന്ന അന്നത്തെ ദിവസം ഞാൻ കണ്ടെടുത്തോളം, ഇത് സൺഡേ ആണ് മോസ്റ്റ്ലി എല്ലായിടത്തും പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നടക്കുന്നത്. അന്ന് ടെസ്റ്റ് കഴിയുന്നു, ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുന്നു, എല്ലാം കഴിയുമ്പോൾ ഒരു ഈവനിങ് ആവും. അന്നത്തെ ദിവസം പല സ്റ്റുഡൻസും പഠിക്കാറില്ല. അവര് ചിലപ്പോ പുതിയതായി ഏതെങ്കിലും സിനിമ കണ്ടാലോ പ്ലാനുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തോ, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കടന്നുറങ്ങാം വിചാരിക്കുന്ന ആൾക്കാർ. എന്റെ അഭിപ്രായത്തിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈമാണ്. ഞാൻ ക്രൂരനല്ല, തോന്നുന്ന കാര്യം ആ ഒരു ടൈം എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു 2 hours 3 hours അവിടെ ഒന്ന് ഫിറ്റ് ഇൻ ചെയ്താൽ നല്ലതായിരിക്കും. അത് നമുക്ക് ചെയ്യാം. സോ സിബിലെ നമുക്ക് പ്രിലിംസ് 2024 ഇനി ഒരു 90 ദിവസമാണ് റഫ്ലി ബാക്കിയുള്ളത്. സോ പല കാൻഡിഡേറ്റ്സും എനിക്കിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ഈ ഒരു 3 മാസം ഞങ്ങൾ എന്താണ് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ മിനിമലായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് തീർക്കേണ്ടത് എന്ന്. സോ ഞാൻ അവർക്ക് എന്ത് റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്? അതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ 2 കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിക്കണം. ഒന്ന് ഫ്രഷേഴ്സ്, ലൈക്ക് ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാർ, പിന്നെ റിപ്പീറ്റേഴ്സ്. ഈ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സിലബസ് തീർക്കുക എന്നുള്ളതാണ്. അറ്റ് എനി കോസ്റ്റ് സിലബസ് തീർക്കുക. ബിക്കോസ് അവർക്ക് ഇപ്പൊ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ചില സബ്ജക്റ്റുകൾ അവർക്ക് 60-70-80% ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ ഫോക്കസ് മസ്റ്റ് ബി ഓൺ സംഹൗ കംപ്ലീറ്റിംഗ് ദ സിലബസ്. ആ സിലബസ് മൊത്തം കവർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട അടുത്ത കാര്യം, ദേ ഹാവ് ടു ഓൾസോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്യാപ്സ്. അപ്പം എല്ലാവരുടെയും സ്റ്റഡീസിൽ ഗ്യാപ്പ് ഉണ്ടോ, നമ്മൾ എത്ര കംഫർട്ടബിൾ സബ്ജക്റ്റ് ആണ്, എത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാലും ആ സബ്ജക്റ്റിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ക്ലാരിറ്റി ഇഷ്യൂസ്, ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ അവർ ടെസ്റ്റുകൾ ചെയ്ത് ടെസ്റ്റുകളിൽ നിന്ന് അവരെന്ത് ചെയ്യണം, അവരുടെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് റിവിഷനിൽ അവർ ആദ്യം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം, അതിനുശേഷം ഓവറോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം, ലക്ഷ്മികാന്ത് 1 ടൈം വായിക്കുന്നു, ടെസ്റ്റ് കഴിയുന്നു, വീണ്ടും ലക്ഷ്മികാന്ത് 2nd ടൈം വായിക്കുന്നു, ടെസ്റ്റ് എടുക്കുന്നു, 3rd ടൈം വായിക്കുന്നു. അത് ഒഴിവാക്കാം. അതിന് പകരം ഫസ്റ്റ് റൗണ്ട് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക. ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്ന ഗ്യാപ്പുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാം, ബാക്കി പഠിക്കാം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പഴയ പൈപ്പ് ഉണ്ടല്ലോ, പ്ലംബേഴ്സ് ഫില്ല് ചെയ്ത് മറ്റേ ഓട്ട അടക്കുന്നത് പോലെയാണ്. ലീക്ക് പ്രൂഫ് ചെയ്യണം. ഒരു സ്ഥലത്ത് അവർ ലീക്ക് പ്രൂഫ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് അത് പ്രൂഫ് ചെയ്യും. അപ്പം അവസാനികൾ മൊത്തത്തിലും ഒട്ടിക്കേണ്ടി വരും. അപ്പൊ അതാണ് നടക്കുന്നത്. അപ്പൊ ആ പ്രോസസ്സ് നടത്തുക. ഓക്കെ, അപ്പൊ എവറി ടൈം നിങ്ങൾ അടുത്ത റൗണ്ട് പഠിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ടെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ റിവൈസ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ 2nd അറ്റംപ്റ്റ് 3rd അറ്റംപ്റ്റോ 4th അറ്റംപ്റ്റോ ആണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഒരു പ്രൊആക്റ്റീവ് ലേണിംഗിലേക്ക് മാറുക എന്നുള്ളതാണ്. ഈ പ്രൊആക്റ്റീവ് ലേണിംഗ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഒരു പാസീവ് ലേണിംഗ് ആണ്. മീനിങ് കഴിഞ്ഞ വർഷം അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 or 3 തവണ വായിച്ച ലക്ഷ്മികാന്ത് ഈ വർഷം വീണ്ടും എടുത്ത് 2, 3, 4 തവണ വായിക്കുകയാണ്. ഇതിനകത്ത് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം ഒരേ ബുക്ക് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരു യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എസ്പെഷ്യലി റിപ്പീറ്റേഴ്സ് ചെയ്യേണ്ടത് അവര് അത്യാവശ്യം ഒരു റൗണ്ട് ഫസ്റ്റ് റൗണ്ട് അവരും ഒന്ന് കവർ ചെയ്യുക. കാരണം പുതിയതായിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം അവർ പ്രിലിംസിന് നിർത്തിവെച്ചത് ഇപ്പൊ റീസെന്റ് ആയിരിക്കും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഒന്ന് പഠിച്ചതിന് ശേഷം 2nd റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ്
എനി സബ്ജക്ട് അവർ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം അവരൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് അവർക്ക് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് എന്നിട്ട് പഠിക്കാം. അപ്പം എനി സബ്ജക്ട് അവർ പഠിക്കുന്നോ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം, എന്നിട്ട് അവർ പഠിക്കുക. ഒരു വീക്കിൽ അവർക്ക് ടൈം ഉള്ളത് കൊണ്ട് തന്നെ പറ്റുവാണെങ്കിൽ ഇങ്ങനെ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണം ബിഫോർ ദർ ടെസ്റ്റ് സീരീസ്. ആ 2 ടെസ്റ്റ് സീരീസിൽ നിന്ന് 2 ടെസ്റ്റുകൾ അവരെടുത്തതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത ഗ്യാപ്പുകൾ മൊത്തം ഫില്ല് ചെയ്ത് അവർ ടെസ്റ്റ് സീരീസിന് പോവാം. അതായിരിക്കും നല്ലത്. ഒറ്റൊരു സംഗതി കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. അത് 2011 മുതൽ 2023 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കുക എന്നുള്ളത് ഒരു മസ്റ്റ് ഡു ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അത് ഇതുവരെ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊരു ഡെയിലി 25 ചോദ്യങ്ങൾ വെച്ചിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ മാർക്സിൽ നല്ല ഡിഫറൻസ് എന്തായാലും കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന പ്രോസസ്സിനെ പറ്റിയും ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ഇതെല്ലാം കേട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഓക്കെ ഇതെല്ലാം അവർ അംഗീകരിച്ചു, എല്ലാം നല്ല എന്നൊക്കെ പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ചോദിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, ഞങ്ങൾക്ക് ഈ പഠിക്കുന്ന സംഗതികളൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന്. അല്ല സിബിലെ ഞാൻ പറയട്ടെ, ഈ പഠിക്കുന്നതൊന്നും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? ഇതെല്ലാം നമുക്ക് അറിയാം, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. ഇനി ഈ പറഞ്ഞ ഓർക്കുന്നുണ്ടോ ഇല്ലയോ ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്. പ്രിലിംസിന് നിങ്ങൾ ആൻസർ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ആൻസർ എടുത്ത് ആവശ്യമില്ല. ആൻസർ UPSC അവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മള് ഈ ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിപ്പോ വളരെ സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ബുക്ക് മൊത്തം വായിച്ചിട്ട് എന്റെ അടുത്ത് ഒരാള് ഇങ്ങനെ പറയാണ് ഇതില്ലേ ഇന്ന ഭാഗത്ത് ഇന്നില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കും പെട്ടെന്ന് കൺഫ്യൂഷൻ. അത് ആർക്കായാലും കൺഫ്യൂഷൻ. ഇപ്പൊ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും വലിയ പ്രൊഫസേഴ്സിന്റെ അടുത്ത് പോലും പെട്ടെന്ന് പോയി നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. കാരണം നമ്മൾ അങ്ങനെയല്ല, നമുക്കൊന്ന് പ്രോസസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ളത് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ശൂന്യത എന്നൊക്കെ ചിന്തിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ വൺസ് നമ്മളത് കാണുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയി വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. അങ്ങനെ ക്വസ്റ്റ്യൻ ആയി വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ഇരുന്നിട്ട് ഞാൻ വിഷന്റെ ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സിൽ വായിച്ചത് എന്തൊക്കെയാണെന്നൊക്കെ ആലോചിച്ചാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് ചെയ്യണ്ട. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ പരീക്ഷ പഠിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. ഈവൻ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളും ഇതിൽ കൂടെ ഒക്കെ തന്നെ ആയിരിക്കും കടന്ന് പോയിട്ടുണ്ടാവുക. ഇതൊക്കെ എല്ലാ കാൻഡിഡേറ്റ്സിനും അറിയാം. ബട്ട് സ്റ്റിൽ ചില ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങനെ മെസ്സേജ് ചോദിക്കാറുണ്ട്, ഞങ്ങളിങ്ങനെ പഠിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല, അതായത് മോക്ക് ടെസ്റ്റിനൊന്നും അത്ര മാർക്ക് അങ്ങനെ കിട്ടുന്നൊന്നുമില്ല. സോ ഞാൻ ഈ മെയിൽ പരീക്ഷ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് വർഷം എഴുതിയാലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് സ്ഥിരമായി കാണുന്ന ഒരു സിൻഡ്രോമാണ്. ഇത് ഈ സിൻഡ്രോം പലപ്പോഴും പുറത്തു വരുന്നത് ജാനുവരി ചൂടൊക്കെ വന്നു തുടങ്ങുമല്ലേ, തണുപ്പ് മാറി ചൂട് വരുന്നു, പ്രിലിംസിന്റെ ചൂടും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സിൻഡ്രോമാണ്. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു എസ്കേപ്പിസം വിളിക്കാം. ടെൻഷൻ താങ്ങാൻ വയ്യാതെയാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഇത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നേരിടേണ്ട ഒരു സാധനമാണ്. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് 99% ആൾക്കാർ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിഫർ ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് 99% ആൾക്കാർ ഓക്കെ അവര് ഡിഫർ ചെയ്യുന്ന സമയത്ത്, ഡിലേ ചെയ്യുന്ന അടുത്ത വർഷം എഴുതാം എന്നുള്ള പോസ്റ്റ്പോൺ ചെയ്യുന്ന സമയത്ത് വിചാരിക്കുന്നത് ഓക്കെ എനിക്ക് ഫുൾ വ്യക്തമായ പ്ലാൻ ഉണ്ട്, ഇനി 15 മാസത്തോളം ഉണ്ട് പ്രിലിംസിന്. ഓക്കെ, ആ 15 മാസം ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അത് പഠിക്കും, ഓപ്ഷണൽ തീർക്കും, അതിന്റെ ഇടയിൽ ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നു, പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ചെയ്യുന്നു. അവരെ തന്നെ കാണുമ്പോൾ ഞാൻ നേരെ പോകുന്നു, പ്രിലിംസ് എഴുതുന്നു, പാസ്സാവുന്നു, മെയിൻസ് പാസ്സാവുന്നു, ഇന്റർവ്യൂ പാസ്സാവുന്നു, റാങ്ക് ലിസ്റ്റ്. അങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലുള്ള പിക്ചർ. നമ്മൾ പറയില്ല എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. റിയാലിറ്റി പലപ്പോഴും നേരെ ഓപ്പോസിറ്റ് ആണ്. അവര് അടുത്ത വർഷം അറൌണ്ട് ഈ ജാനുവരി ഫെബ്രുവരി ആകുമ്പോൾ അവർ വീണ്ടും ആലോചിക്കും ഒരു വർഷം കൂടി കെട്ടി വെക്കണം. പക്ഷെ അത് പുറത്ത് പറഞ്ഞാൽ തല്ല് കിട്ടുന്നു അവരത് എഴുതുന്നു. ഓക്കെ, എങ്ങനെയാണ് എനിക്ക് കൂടുതൽ മനസ്സിലായി. കാരണം എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഏർജൻസി എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതായത് ഞാൻ പറഞ്ഞത് വളരെ വാസ്റ്റ് മെജോറിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ റെയർ ആയിട്ടുള്ള എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ വാസ്റ്റ് മെജോറിറ്റിക്ക് എപ്പോഴും ഒരു നെസസിറ്റി ഏർജൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 3 മാസത്തിൽ പ്രിലിംസ് വരുന്നു എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഏർജൻസി, അതിൽ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന പഠിത്തം ഒരിക്കലും 15 മാസം കഴിഞ്ഞ് വരാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ വർഷം നമ്മൾ പ്രിലിംസ് എഴുതുന്നില്ലെങ്കിൽ അടുത്ത പ്രിലിംസിന് ഓൾമോസ്റ്റ് 15 മാസം. ഈ 15 മാസം ടൈം പീരീഡിൽ നമുക്ക് ആ ഏർജൻസി ഇല്ല, അതുകൊണ്ട് അത്ര പഠിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ലയോ അതൊക്കെ സെക്കൻഡറി. പിന്നെ ഈ
ചാൻസ് അറ്റംപ്റ്റ് കൂട്ടി വെക്കുന്നതിന് UPSC അവസാനം വിളിച്ച് കപ്പൊന്നും തരാൻ പോകും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വ്യൂ അപ്പൊ അതൊന്നും നമ്മൾ പലരും പറയുന്ന റീസണാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് മസ്റ്റ് ബി ദ ബെസ്റ്റ് അറ്റംപ്റ്റ്. അങ്ങനെയൊന്നുമില്ല. ഈ എക്സാമിൽ അങ്ങനെ ഒരു നിങ്ങൾ ഇങ്ങനത്തെ ചിന്തകളുടെ ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് കിട്ടുന്ന സമയം അങ്ങ് പഠിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറ്റും, പറ്റാതൊന്നുമില്ല. എല്ലാരും അങ്ങനെ പഠിക്കുന്നില്ല. ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പേഴ്സണലി പറയാം. അത് സ്വയം കൺസിഡർ ചെയ്തത്, പക്ഷെ എന്റെ ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് നമ്മളുടെ പ്രിലിംസ് എക്സാമിന്റെ കുറച്ച് മുന്നേ, അതായത് ഐ തിങ്ക് ഒരു 2 months മുമ്പേ എനിക്ക് ഡെങ്കു ഫീവർ വന്നു ട്രിവാൻഡ്രത്ത് നിന്ന്. അങ്ങനെ ഡെങ്കു ഫീവർ കുറച്ച് ഐഡന്റിഫൈ ചെയ്തു ഡെങ്കു ആണ്. അപ്പൊ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നിനക്ക് ഇന്ന് രാത്രി സമയമുണ്ട്, ഇന്ന് രാത്രി വേണമെങ്കിൽ പോവാം, നാളത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ട്രാവലിൽ എന്തോ നന്നായിട്ട് റെഡ്യൂസ് ആവും. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് നാട്ടിലേക്ക് പോയി. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആവില്ല. അപ്പൊ ഞാൻ നാട്ടിൽ പോയി. ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 പ്ലേറ്റ്ലെറ്റ് നന്നായി കുറഞ്ഞായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് 5 days ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു 1 week to 2 weeks വീട്ടിൽ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാന്ന് വെച്ചു. പക്ഷെ എന്റെ കഷ്ടകാലത്തിന്, എന്റെ പേഴ്സണൽ കഷ്ടകാലത്തിന് എന്റെ ബ്രദറിന്റെ കല്യാണം ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 2 weeks കൂടി കഴിഞ്ഞ് എന്റെ ബ്രദറിന്റെ 2 to 3 weeks കഴിഞ്ഞ ബ്രദറിന്റെ കല്യാണമാണ്. അപ്പൊ എന്റെ വീട്ടിൽ മൊത്തം ആ ഒരു സെലിബ്രേഷൻ ഒരു വൈബാണ് ഉണ്ടായിരുന്നത്. വീട്ടിൽ കുറെ പണികൾ നടക്കുന്നു. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു വൈബിൽ ഞാൻ വന്ന് അവരുടെ കൂടെ മിങ്കിൾ ചെയ്തു. അവസാനം ഞാൻ തീരുമാനിച്ചു, ഇനി ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് പോവാം. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ മതി. അപ്പം അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വണ്ടി കയറിയപ്പം എന്റെ മൈൻഡിലുള്ള തോട്ട് എന്ന് പറയുന്നത്, ആ വൈബൊക്കെ പോയപ്പം റിയാലിറ്റിയിലേക്ക് ഞാൻ തിരിച്ചെത്തി. അപ്പൊ എന്റെ തോട്ട് എന്താണ്, ഇനി എനിക്ക് 1 മാസം ഹാർഡ്ലേ ഉള്ളൂ. ഈ 1 മാസം കൊണ്ട് എനിക്ക് പറ്റുമോ ഇല്ലയോ, ഈ വർഷം വിട്ടാലോ കുഴപ്പമില്ല എനിക്ക്. അപ്പൊ എനിക്ക് 21 ആയിട്ടുള്ളൂ ഏജ്. ഇനി ഞാൻ അടുത്ത വർഷം ചെയ്താൽ പോരെ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ഞാൻ ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് എന്റെ മനസ്സിൽ എവിടുന്ന് ഒരു തോട്ട് വന്നു, എന്തായാലും ഇപ്പൊ ഇത് കൂട്ടി വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, അങ്ങ് എഴുതാം, ഒരു എക്സ്പീരിയൻസ് അല്ലേ അറ്റ്ലീസ്റ്റ്. ആ 1 മാസം ഞാൻ തിരിച്ചു വന്നിട്ട് നന്നായിരുന്നു പഠിച്ചു. ആ വർഷം ഞാൻ പ്രിലിംസ് പാസ്സായി. ഓക്കെ. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ കോൺഫിഡൻസും നമ്മൾ അതിനെ നേരിടാനുള്ള കഴിവാണ്. ഇതേപോലെ എനിക്ക് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് വെറുപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ റോജ എസ് രാജൻ IFS കിട്ടിയ പുള്ളിക്കാരി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് തോന്നുന്നു പ്രിലിംസ് പാസ്സായില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ, ഓർമ്മ. സെക്കൻഡ് അറ്റംപ്റ്റ് എത്തിയപ്പം ഈ കോവിഡിന്റെ സമയത്തായിരുന്നു. അപ്പൊ റോജ എന്റെ മെന്റി ആയിരുന്നു. അപ്പം അതുകൊണ്ട് റോജ ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കൽ റോജ എന്നെ എക്സാമിന് ഒരു 2 months മുമ്പ് വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അവളുടെ വീട്ടില് കുറെ പേരൻസിനൊക്കെ കോവിഡ് വന്നു, കുറച്ച് സീരിയസ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അവൾക്കും ഹെൽത്ത് റിലേറ്റഡ് കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വർഷം സ്കിപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, എനിക്ക് പറ്റും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിക്കണ്ട, ഓക്കെ നമുക്ക് നോക്കാം, പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കൂ ഒക്കെ പറഞ്ഞു. പിന്നെ ഒരു 1 month ഒന്നും കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എക്സാമിന് ഒരു 2 to 3 weeks മുമ്പ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് വിളിച്ചതിന് ശേഷവും കാര്യമായി പഠിക്കാൻ പറ്റിയിട്ടില്ല, വീണ്ടും ഹെൽത്ത് ഇഷ്യൂസ്, എന്തൊക്കെ അലർജി, അങ്ങനെ കുറെ ഇഷ്യൂസ് വന്നു. ഞാൻ പറഞ്ഞു, റോജ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അടുത്ത 3 weeks പറ്റുന്ന പഠിക്കുക. റോജ കഴിഞ്ഞ തവണ നന്നായി പഠിച്ച ആളാണ്. ഈ വർഷം അങ്ങ് പോയി എഴുതി നോക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, പ്രത്യേകിച്ച് വലിയ സംഭവമില്ല. ആ വർഷം റോജ പ്രിലിംസ് എഴുതി, പ്രിലിംസ് പാസ്സായി, മെയിൻസ് എഴുതി, മെയിൻസ് പാസ്സായി, ഇന്റർവ്യൂ ഇപ്പം ആ വർഷത്തിലായിട്ട് ആ ഡിസിഷൻ റിഫർ ചെയ്തായിരുന്നു. കാരണം നമുക്കറിയാം എല്ലാം ഒരുമിച്ച് വരുന്ന സമയത്തും പാസ്സാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നമ്മളെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ നീട്ടി വെക്കണ്ട, മാക്സിമം ഇന്റൻസിറ്റിയിൽ ആ 3 മാസം പഠിക്കുക. പാസ്സായില്ലേ, ആ 3 മാസം പഠിച്ചത് നിങ്ങൾക്ക് റിസൾട്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല പ്രിലിംസ് എഴുതാൻ. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാം. പിന്നെ ഒറ്റൊരു സംഗതി കൂടെ, നമ്മളിത് കുറച്ചൊരു രസമായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷേ ഇത്തവണ പ്രിലിംസ് കൊടുക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാവരും അവർ ഫേസ് ചെയ്യുന്ന ഒരു മാനസിക സമ്മർദ്ദവും അറ്റൻഷനും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. സോ സിബിലെ, നമുക്ക് ഇത്തവണ പ്രിലിംസ് കൊടുക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വിഷസ് കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിച്ചാലോ? എനിക്ക് അവസാനമായിട്ട് എന്റെ സൈഡിൽ നിന്ന് ഒരു കാര്യം പറയാനുള്ളത്, അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ നമ്മൾ പോലും നിങ്ങളുടെ ആ സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്ന അതേ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് പല പോയിന്റ്. ഞാൻ പറഞ്ഞ ഇപ്രാവശ്യം എഴുതണോ, കിട്ടുമോ? അപ്പൊ ഇത് എല്ലാവർക്കും തോന്നുന്നതാണ്, അത്രേ ഉള്ളൂ. ഇത് നോർമലാണ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്നതിൽ യാതൊരു ഇതില്ല, നോർമലാണ്.
അതേപോലെ സഫ്വാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രിലിംസ് രീതിയിലുള്ള എന്ത് സപ്പോർട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് അവർക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എനിക്ക് തോന്നുന്നു പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ അത് അപ്രോച്ച് ചെയ്യണം, അങ്ങനത്തെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് നമുക്ക് പോസിബിൾ ആവുന്നത് ഇപ്പോൾ വാട്സാപ്പിലൂടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഡൗട്ടുകൾ പ്രിലിംസ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു നമുക്ക് അഡ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കാരണം നമ്മളിപ്പോൾ ഒരു 3 ചോദ്യങ്ങളുടെ ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സംസാരിച്ച് പിന്നെ അവസാനം ഒരു 30 ഡൗട്ട് പുതുതായിട്ട് ഉണ്ടായി വന്നു നമുക്കറിയില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. സോ സിബിലെ എന്തായാലും നമുക്ക് നോക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് സ്റ്റുഡൻസിന് എല്ലാവർക്കും. ഇപ്രാവശ്യത്തെ പ്രിലിംസ് അവർ ഉഷാറാക്കട്ടെ. സഫ്വാൻ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ സഫ്വാനും വളരെയധികം നന്ദി. അപ്പം എല്ലാം പറഞ്ഞതുപോലെ ശരി.